വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ വടക്കൻ കേരളത്തിലേക്ക് അത്രയധികം പരിചയം കാണില്ല. SNDPക്ക് അങ്ങനെ വേരുറപ്പുള്ള മണ്ണല്ല വടക്കൻ കേരളം എന്ന് പറയുന്നത്. എന്നാൽ തെക്കൻ കേരളത്തിൽ അങ്ങനെയല്ല. അദ്ദേഹത്തിന് നല്ലൊരു കരുത്തുണ്ട്, വോട്ട് ബാങ്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ഇതിപ്പോൾ മലപ്പുറത്ത് വന്ന് മലപ്പുറത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുകയാണ്, ഒരു രാജ്യമാണെന്നൊക്കെ പറയാണ്. അതേപോലെ അദ്ദേഹം ഈ പ്രസ്താവന നടത്തുമ്പോൾ അതിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇവിടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടോ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതുവരെ നമുക്ക് മര്യാദക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, നമുക്കൊരു സ്കൂളുണ്ടോ കോളേജ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ മലപ്പുറത്തല്ലെങ്കിലും കേരളത്തിൽ മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ വെള്ളാപ്പള്ളിക്ക് കീഴിലുള്ള കോളേജുകളും അതുപോലെ ഇവിടെയുള്ള മുസ്ലിം മാനേജ്മെൻറ്റുകളുടെ കോളേജുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യത്തോട് യോജിക്കണ്ടേ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്ന സമയത്ത്? അല്ല, നമ്മൾ മനസ്സിലാക്കണം, യാഥാർത്ഥ്യത്തോട് യോജിച്ചുകൊണ്ടല്ലോ അഭിപ്രായം പറഞ്ഞത്. യാഥാർത്ഥ്യം പഠിച്ചിട്ടോ യാഥാർത്ഥ്യ ബോധത്തോടല്ലോ പറയുന്നത്. ഇത് എന്താണ് മലപ്പുറത്തെക്കുറിച്ച് ഈ കെട്ടുകഥ, കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന കെട്ടുകഥ, ആവർത്തിക്കപ്പെടുന്ന BJPയും സംഘപരിവാറും ആവർത്തിക്കുന്ന ഈ കെട്ടുകഥ, ഇത് ഇവർ യാഥാർത്ഥ്യബോധത്തോട് പറയുന്നല്ലോ. ഇതെന്തിനാണ്? ഉപയോഗിക്കാൻ വേണ്ടിയാണ്. മലപ്പുറം ജില്ല എന്ന് പറയുന്ന മുസ്ലിം സാമാന്യ ജനം അവിടെ കൂടുതലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു കെട്ടുകഥ ഉണ്ടാക്കുന്ന, കേരളത്തെക്കുറിച്ച് കെട്ടുകഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ കേരള സ്റ്റോറി വന്നില്ലേ, ലവ് ജിഹാദിനെ കുറിച്ച് കെട്ടുകഥ ഉണ്ടാക്കി. ഇത് ആവർത്തിക്കും ഇത് കഥ. മുനമ്പം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ലേ? മുനമ്പം കേരളത്തിലൂടെ മുസ്ലിം മത നേതാക്കളും സമുദായ നേതാക്കളൊക്കെ പരിഹരിക്കാൻ ആവർത്തിച്ച് പറയുകയും പറഞ്ഞ സമയത്ത് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ലേ? ആ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിശബ്ദ പാലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഇല്ലേ? അത് വൈകിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ ഇത് ആസൂത്രിതമായിട്ട് പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. ആ ആസൂത്രിത പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണും. പക്ഷേ എൻ്റെ ഒരു തോന്നലിന് മനസ്സിലായി, നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയ കാര്യം, ഈ പ്രസ്താവനയ്ക്കപ്പുറം ഒരു വില ഇതിന് കിട്ടുന്നില്ല. അതാണ് കുറച്ച് ചെറിയൊരു ഭാഗം ആൾക്കാർ നമ്മൾ ചർച്ച ചെയ്യും, ചില മാധ്യമങ്ങളിൽ എടുത്ത് വാർത്ത കൊടുക്കുന്നല്ലാതെ അതിനായിരിക്കും ഇവർ പറയുണ്ടാവുക. അതിലപ്പുറം ഇവർക്ക് യാതൊരു പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവർ പറയുന്ന കാര്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഇവരുടെ പ്രസ്താവനകളൊക്കെ എന്ത് പ്രാധാന്യത്തെ സമൂഹം ഒട്ടും എടുക്കുന്നില്ലോ. ഇതാണ് നമ്മൾ. പക്ഷേ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഈ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ നമ്മുടെ കേരളം നേരിടുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് +2 സീറ്റുകളെ ബന്ധപ്പെട്ട് വേറെ വിഷയം നിൽക്കുന്നുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട വിഷയം. അതിനൊക്കെ മൂടി വയ്ക്കുന്നത് അതുപോലെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. അതിനെയൊക്കെ മറികടന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ യാഥാർത്ഥ്യബോധം വ്യക്തമല്ലേ? യഥാർത്ഥ പ്രശ്നം പഠിക്കുന്നില്ല ആണ് ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായ കാര്യം. പിന്നെ കേരളത്തിൽ മലപ്പുറത്തിന് പ്രത്യേക സ്റ്റാറ്റസൊന്നും ഇല്ല എന്നുള്ളത്, ഒരു സ്റ്റാറ്റസും ഒരു പാർട്ടിയും കൊടുത്തിട്ടില്ല. ഇതുപോലെ അവമതിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. മറ്റെല്ലാ ജില്ലകളെ പോലെ തന്നെ ഇതുണ്ട്. അപ്പോൾ ഇപ്പോൾ SN കോളേജ് എത്ര സ്ഥലത്തുണ്ട്? എത്ര ജില്ലകളിൽ വളരെ പ്രധാനപ്പെട്ട SN കോളേജുകളുണ്ട്. അത് നമ്മൾ കാണാതിരിക്കരുതല്ലോ. വലിയ പ്രധാനപ്പെട്ട SN കോളേജുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ വീണ്ടും ഈ അടിവരപ്പെടും, ഇതൊക്കെ എന്താ പറയുക, ഇത് പറയുന്നത് ഒന്നും സംഭവിക്കില്ലാവരുണ്ടല്ലോ. എന്ത് വേണമെങ്കിൽ പറയാം, എന്ത് വൃത്തികേട് വിളിച്ച് പറയാം, ഒന്നും സംഭവിക്കാനേ തോന്നുന്നു. കാര്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഭരണാധികാരി മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമോഫോബിയക്കെതിരെ UN പ്രമേയമുണ്ട്. നമ്മളൊരു ദിവസം അതിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കാണ് അന്താരാഷ്ട്ര തലത്തിന് ആലോചിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കാൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു സെക്യുലർ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സെക്യുലർ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ അവമതിപ്പുകളെ നേരിടാനും കൂടിയുള്ള ആർജവമാണ് സെക്യുലർ രാഷ്ട്രീയ ബോധം. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ചില പ്രസ്ഥാനം നടത്തി സെക്യുലർ ബോധം ആൾക്കാരെ പഠിപ്പിക്കാൻ മാത്രമല്ല, ഇതിനെ നേരിടാനുള്ള കരുത്തും കൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണം. എവിടെ ഒരു പ്രതികരണം, ഈ വെള്ളാപ്പള്ളി നടേശെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പ്രതികരണങ്ങൾ കേട്ടോ? ഏതെങ്കിലും പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അതിന് ആ ശക്തിയുക്ത അപ്പോൾ എതിർക്കേണ്ടതല്ലേ? എന്ത് എതിർത്തില്ല? ഒരു BJP നേതാവിൻ്റെ കയ്യിൽ നിന്നാണ് വന്നിരുന്നെങ്കിൽ എതിർപ്പുണ്ടാവും. കാര്യം നമ്മൾ വെള്ളാപ്പള്ളിയുടെ അങ്ങനെ തന്നെ കാണണം. കാര്യം ഈ പ്രസ്താവനയാണ് പ്രശ്നം. ഈ പ്രസ്താവന ആവർത്തിക്കുന്നു. അതിന് നേരിടാനുള്ള ചങ്കൂറ്റം വേണം. അപ്പോൾ ചങ്കൂറ്റില്ലാത്ത രാഷ്ട്രീയ നേതാക്കളാണ് നമ്മുടെ ദൗർഭാഗ്യകര അവസ്ഥ കാണിച്ചു തരുന്നത്.